ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദി ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോട്ടസ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോട്ടസ് എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. ഓൺലൈൻ വഴി സീഡ്സൊക്കെ സെയിൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവയൊന്നും തന്നെ നന്നായിട്ട് ഫ്ലവർ ആവുകയില്ല. ഹൈബ്രിഡ് താമരകളുടെ കിഴങ്ങുകൾ അഥവാ ട്യൂബേഴ്സാണ് നടിയിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. ഡോർമൻസി ടൈമിലാണ് ഈ താമരയുടെ കിഴങ്ങുകൾ കൂടുതലും ഫോം ചെയ്യുന്നത്. ട്രോപ്പിക്കൽ, സെമി ട്രോപ്പിക്കൽ, ഹാർഡി എന്നൊക്കെ പറഞ്ഞുള്ള താമര വെറൈറ്റീസ് ഉണ്ട്. ഇതിലെപ്പോഴും ഫ്ലവർ കിട്ടുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റീസാണ്. അവ കണ്ടിന്യൂസ് ബ്ലൂമേഴ്സാണ്. വർഷത്തിൽ ഒരിക്കൽ അവയൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏറ്റവും നല്ല വെറൈറ്റീസ് നമ്മൾ പറയുന്ന നേരത്തെയുള്ള അഖില, ബുച്ച, കർണ, ഗ്രീൻ ആപ്പിൾ, ഭീം, ശ്വേത, പിങ്ക് ക്ലൗഡ്, മിറാക്കിൾ, പിറാക്കിൾ ഇതൊക്കെ നല്ല ബ്ലൂമേഴ്സാണ്. ഇതൊക്കെ ഇപ്പോഴും അതിൻ്റെ മഹിമ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ഇരിക്കുന്ന കുറേ വെറൈറ്റീസാണ്. ഇവയൊക്കെ നമ്മൾ നട്ടുകൊടുത്താൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. നമുക്കെപ്പോഴും ഫ്ലവർ കാണാൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വെറൈറ്റീസാണ് ഇതൊക്കെ. ഇതിൻ്റെ എല്ലാം ടബോട് കൂടിയും ട്യൂബേഴ്സും നമ്മുടെ കയ്യിൽ കാണാറുണ്ട്. അപ്പോഴെല്ലാം നാം സെയിൽ പോസ്റ്റ് ഇടാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. ട്യൂബേഴ്സ് പർച്ചേസ് ചെയ്യുന്നവർ നടാൻ അറിയില്ല എങ്കിൽ അതിനെ ഒന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നടുന്നതായിരിക്കും നല്ലത്. ട്യൂബേഴ്സ് നമുക്ക് നല്ല ഫ്രഷ് വാട്ടറിലിട്ട് ഒരാഴ്ച സൂക്ഷിച്ചിരുന്നാൽ അതിനകത്ത് വേരും ഇലയും ഒക്കെ വരും. അതിനുശേഷം നടുന്നതാണ് കൂടുതൽ സേഫ്. എന്നാൽ റണ്ണേഴ്സ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് കൂടുതൽ ദിവസം കീപ്പ് ചെയ്യാൻ കഴിയില്ല. അത് അപ്പോൾ തന്നെ നടണം. അതൊക്കെ നമ്മുടെ പ്ലാന്റിങ് മെത്തേഡ് ഉള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ നട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയ ലീവ്സൊക്കെ ഈ ടബിൽ വരും. അതിനെ കോയിൻ ലീഫ് എന്നാണ് പറയുന്നത്. അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കും. ചില നല്ല വെറൈറ്റീസ്, അതായത് അമേരിക്കമേലിയ പോലെയുള്ള വെറൈറ്റീസിന് നട്ട് 15 ദിവസം ആകുമ്പോൾ തന്നെ ഈ കോയിൻ ലീഫിൻ്റെ കൂടെ തന്നെ ബഡും വരാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സ്റ്റാൻഡിങ് ലീഫാണ്. കോയിൻ ലീഫ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ മിക്ക വെറൈറ്റീസിനും ബഡും വരാറുണ്ട്. അതായത് ട്രോപ്പിക്കൽ വെറൈറ്റീസിനെല്ലാം തന്നെ ബഡും വരാറുണ്ട്. അങ്ങനെ ട്രോപ്പിക്കൽ വെറൈറ്റീസിന് സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് NPK അതൊക്കെ നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്ന വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. NPK 19 അല്ലെങ്കിൽ DAP ഒക്കെ നമുക്ക് കുറഞ്ഞ അളവിൽ ടബിൻ്റെ മധ്യഭാഗത്തേക്ക് താമരയ്ക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ താമര നമ്മൾ നടുമ്പോൾ നട്ട് കഴിഞ്ഞ് അതിൻ്റെ കേടായ ഇലകളൊക്കെ കൃത്യമായിട്ട് നുള്ളിക്കളയണം. നമ്മുടെ ടബുകൾ എപ്പോഴും നല്ല നീറ്റായിരിക്കണം. ഒച്ച്, മറ്റുള്ള ശല്യങ്ങൾ, പുഴുക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം. ഈ വളങ്ങൾ കൊടുക്കുന്നത് 15 ദിവസത്തെ ഇടവേളകളിലാണ് കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോട്ടസ് പോട്ടിൽ നമ്മൾ വെള്ളം ഓവർഫ്ലോ ചെയ്ത് കൊടുക്കണം. വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ആ ഇലകളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റി കളയുന്നതുകൊണ്ട് താമരയ്ക്ക് ഒരു പ്രശ്നവും വരത്തില്ല. ഇതിൻ്റെ ടബിലേക്ക് നന്നായിട്ട് വെയിലടിച്ചാൽ മാത്രമേ താമര നന്നായിട്ട് പൂവിടുകയുള്ളൂ. അതുകൊണ്ട് കേടാവുന്ന ഇലകളും ഒരുപാട് ഇലകൾ വരികയാണെങ്കിൽ അതിനെ നമുക്ക് കുറച്ചൊക്കെ റിമൂവ് ചെയ്ത് കളയാം. അതിന് ഒരു പ്രശ്നവും താമരയ്ക്ക് വരാറില്ല. ഇങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന നമ്മുടെ കുറച്ച് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് കുറേയധികം സംശയങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ കുറേ പുതിയ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ്. അവരൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അതുപോലെ അസോള നമ്മുടെ ടബിൽ കൂടുകയാണെങ്കിൽ ആ അസോളയെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. ഇല്ലെങ്കിൽ അത് താമരയുടെ ഹെൽത്തിനെ ബാധിക്കും. പിന്നെ ബഡ് കരിഞ്ഞു പോകുന്നത്, ഇതെല്ലാം നമ്മുടെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. താമര നല്ല വെയിലുള്ളിടത്ത് തന്നെ വയ്ക്കണം. വെയിൽ കുറഞ്ഞു പോയാലും താമര പൂക്കുകയില്ല. അതുപോലെ ഫ്ലവറൊക്കെ കുറയുകയോ ടബിൽ ചെളി മുകളിലേക്ക് പൊങ്ങി വരികയോ
പിന്നെ പുതിയ ഇലകൾ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒന്നുകിൽ അതിനകത്ത് ട്യൂബേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് റീപോർട്ടിങ്ങിന് ടൈം ആയിട്ടുണ്ട് എങ്കിൽ ടബ് ഒന്ന് ചെക്ക് ചെയ്യണം. ടബിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ കൈപ്പത്തി ചെടിയുടെ താഴേക്ക് കൈ താഴ്ത്തി കൊടുത്താൽ ചെറിയ ട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ താമരയുടെ ട്യൂബർ കണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിനെ അറിയാൻ പറ്റും. ട്യൂബേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായാൽ അതിനെ ഒന്ന് റീപോർട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. അധികമായിട്ട് ട്യൂബറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്ത് ഒരു വരുമാന മാർഗവും ആക്കാം. നമ്മുടെ അതിൽ ചിലവായതും അതിനുള്ള പൈസയെല്ലാം നമുക്ക് ആ ട്യൂബേഴ്സിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. നമ്മുടെ ഈ കുറഞ്ഞ വിവരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ കമൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ ചോദിക്കാം. നമ്മൾ ഓരോരുത്തരും വളരെ ഇഷ്ടപ്പെട്ടാണല്ലോ ഓരോ ചെടിയും വളർത്തുന്നത്. അപ്പോൾ അതിന് വേണ്ട കെയറിങ്ങൊക്കെ കൊടുത്ത് വളർത്തിയാൽ മനോഹരമായ താമരപ്പൂക്കൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.